നവാഗത സംവിധായകനായ കെ ബിജു സംവിധാനം ചെയ്ത് ജനപ്രിയ നായകനായ ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോർജേട്ടൻ സ്ഫൂരം എന്ന് പറഞ്ഞ സിനിമ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഉത്സവകഥയല്ല. ഈ ചിത്രത്തെ ദിലീപിൻ്റെ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചിത്രമെന്ന് വിശേഷിപ്പിക്കാം. കോമഡിയും പാട്ടും ഫൈറ്റും ഡാൻസും എല്ലാം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വ്യത്യസ്തമായ ഒരു പ്രമേയവും ചിത്രം പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കബഡി കളി ചാമ്പ്യൻ മത്തായിച്ചൻ തൻ്റെ നാട്ടിലെ വരും തലമുറയിലുള്ള യുവാക്കൾക്ക് കബഡി കളിക്കുവാനും കബഡി കളി പ്രാക്ടീസ് ചെയ്യുവാനും 2 ഏക്കർ സ്ഥലം തൻ്റെ ഇടവക പള്ളിയുടെ പേരിൽ എഴുതി വയ്ക്കുന്നു. ഇന്ന് ആ പറമ്പിൻ്റെ പേര് മത്തായി പറമ്പ് എന്നാണ്. ഈ മത്തായി പറമ്പിൻ്റെ സൂക്ഷിപ്പുകാരാണ് ദിലീപും കൂട്ടരും. സൂക്ഷിപ്പുകാരെന്ന് പേര് മാത്രമേ ഉള്ളൂ. സകല കുണ്ടാമണ്ടികളും ഈ മത്തായി പറമ്പിൽ ദിലീപും കൂട്ടരും ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് മത്തായിയുടെ മകൻ ഈ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ച് അവിടെ എത്തുന്നു. തുടർന്ന് കബഡി കളി പന്തയം വെച്ച് ദിലീപും കൂട്ടരും, അതായത് ജോർജും കൂട്ടരും, മത്തായി പറമ്പ് തിരിച്ചു പിടിക്കുന്നു. ലോജിക്കും കഥയും ഒന്നും ഇണങ്ങുന്നില്ലെങ്കിലും ചിത്രം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംവിധായകനും ദിലീപിനും കൂട്ടുകാർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടെ കാണികളുടെ ഇടയിൽ നിന്നും ചിരി പൊട്ടുന്ന ശബ്ദം ഉയരുന്നുണ്ടെങ്കിലും ദിലീപ് എന്ന നടനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഹിറ്റ് ഇത്തവണ കിട്ടിയില്ല എന്ന് പറയാം.